റെക്കോർഡുകൾ പലതും പഴങ്കഥയായ ഒരു ഓണക്കാലമായിരുന്നു കടന്നുപോയത്. സപ്ലൈകോ മുതൽ KSRTC വരെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഈ ഓണക്കാലത്ത് റെക്കോർഡ് നേട്ടമാണ് സ്വന്തമാക്കിയത്. UDF ഭരണകാലത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന സപ്ലൈകോ ഇത്തവണ ഓണം വിൽപ്പനയിലൂടെ നേടിയത് 386.19 കോടി എന്ന റെക്കോർഡ് തുകയാണ്. സപ്ലൈകോയുടെ ഈ കൃത്യമായ ഇടപെടൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലും വലിയ രീതിയിൽ പങ്കുവഹിച്ചു. പക്ഷേ ഞെട്ടിച്ചത് KSRTC ആണെന്ന് തീർത്തു പറയാം. ഈ ഓണക്കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് KSRTC നേടിയത് 10.19 കോടി രൂപ വരുമാനമാണ്. ഈ സെപ്റ്റംബർ 8-നാണ് KSRTC അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലെ ശബരിമല സീസൺ കളക്ഷനാണ് ഇതോടെ പഴങ്കഥയായത്. ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. UDF ഭരണകാലത്ത് നഷ്ടവും ശമ്പള മുടക്കവും പതിവായ KSRTCയിൽ ഇത്തവണ ജീവനക്കാർക്ക് ഓണത്തിന് മുൻപ് തന്നെ ശമ്പളം കൃത്യമായി ലഭിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസമായി എല്ലാ 5-ാം തീയതിക്ക് മുൻപ് തന്നെ KSRTC ജീവനക്കാരുടെ ശമ്പളം സർക്കാർ കൃത്യമായി അവരുടെ കൈകളിൽ എത്തിക്കുന്നു. മറ്റൊരു സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചത് കേരളത്തിന്റെ സ്വന്തം മിൽമയാണ്. ഉത്രാട ദിനത്തിൽ മാത്രം മിൽമ വിറ്റത് 38 ലക്ഷം ലിറ്റർ പാലാണ്. ഇതിനു പുറമെ 39 കിലോ തൈരും ഉത്രാട നാളിൽ മിൽമ വിറ്റഴിച്ചു. സംസ്ഥാനത്ത് റെക്കോർഡ് വിൽപ്പന നേടുന്ന ഏക സ്ഥാപനം അത് ബെഫ്കോയാണ് എന്ന സ്ഥിരം പ്രതിപക്ഷ വിമർശനമാണ് ഇതോടെ ആവിയായത്. ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ത് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.